The only difference was we had the legendary Mammootty sir as the protagonist. ഞാൻ 2005 സാറിന് ഒരു കഥ പറഞ്ഞു. സാറിൻ്റെ അടുത്ത് കഥ പറയാൻ പോകുമ്പോൾ യു നരേറ്റഡ് ടു മീ വാട്ട് ഹാപ്പൻ യു ഡിഡ്ന്റ് കം എന്ന് ചോദിച്ചു. വൈറ്റ് ലിനൻ ഷർട്ട്, ബ്ലൂ ജീൻസ് ഇല്ല, ഇതില്ല. അത് കുറേ റിപ്പീറ്റ് ചെയ്യേണ്ടാന്ന് എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. நம்ம ஸ்டைல் எதுவுமே இதில் வேண்டாம், உங்கள் ஸ்டைலுக்கு நான் வந்துடுறேன், நீங்கள் என்ன சொல்கிறீங்களோ அப்படி பண்ணுறேன்னு. ഫസ്റ്റ് ഷോട്ട് നമ്മൾ ചെയ്ത ഒരു സോബർ, ഒരു ഗ്രിം ലുക്കിൽ വരുന്ന ഒരു ക്യാരക്ടർ ഹി ജസ്റ്റ് സ്ലോലി പിക്ക് ഇറ്റ് അപ്പ്. ഇത് തന്നെയല്ലേ ശരിക്കും വിജയനോട് വാർണായിരത്തിൻ്റെ ഫസ്റ്റ് ലൈനും പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു വേ ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. സോ അത് ഇങ്ങനെ എപ്പി വർക്കൗട്ട് ആവുമെന്ന് പുള്ളി ഒരു ചെറിയ അങ്ങനത്തെ ഒരു ഡൗട്ടിലായിരുന്നു. ഞാൻ ബസൂക്ക ആക്ട് ചെയ്തു സാറിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയോ അല്ലെങ്കിൽ സാറിൻ്റെ കൂടെ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നത് അതൊന്നും ഞാൻ സംസാരിച്ചില്ല. ഷെർലക് ഹോംസ് മൂവീസിന്റെ ക്യാരക്ടറൈസേഷൻ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിരുന്നു. ഈ സൈഡ് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. വൺ സ്ട്രെച്ച് ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കൊരു പുതിയ വിഷയമായിരുന്നു. ഒരു ബ്രീതിങ് സ്പേസ് വേണം. പക്ഷെ അതും ഇതിൽ കിട്ടിയില്ല. അത് പ്രഷറായിട്ട് ഞാൻ കണ്ടില്ല. പ്രോബ്ലം ഇസ് എക്സ്പെക്ടേഷൻസ്. ഇപ്പോൾ ഈ പറയുന്ന ഈ എക്സ്പെക്ടേഷൻസ് അല്ലാതെ ഈ പടം ഒന്ന് കണ്ട. ഹായ് ജി ബി എം സർ, നീരജ് സുരജ്, വെൽക്കം. ഈ കരിയറിലെ ഫസ്റ്റ് എവർ ജനുവരി റിലീസാണ്, ഫസ്റ്റ് മലയാളം സിനിമയാണ്. അപ്പോൾ മൊത്തത്തിൽ എന്താ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ടെൻഷനും? ഫസ്റ്റ് എവർ ജനുവരി റിലീസ് റിസർച്ച് ചെയ്തിട്ടില്ലേ? യെസ്, ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് ജനുവരി റിലീസ്. അത് മോസ്റ്റ്ലി അത് ഫെബ്രുവരി ഷിഫ്റ്റ് ആവും. നമ്മൾ റെഡി ആവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരും. ഐ എം വെരി എക്സൈറ്റഡ് ആക്ച്വലി അബൌട്ട് ജനുവരി റിലീസ് ഓണസ്റ്റ്ലി. ആൻഡ് ഐ എം ലുക്കിംഗ് അറ്റ് മൈ ലൈക്ക് മൈ ഡെബ്യൂ ഫിലിം. സി ഏത് പടം ചെയ്താലും അത് ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് ഫിലിം പോലെയാണ് ഞാനതിൽ വർക്ക് ചെയ്യുക. നമ്മൾ എഴുതിയിട്ട് ഇങ്ങനെ ഒരു അതിന് ഷോർട്ട് ഡിവിഷനൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് ഒരു ഭയങ്കര ഇൻസെക്യൂർ ഇല്ല, പക്ഷേ ഒരു ഓർഗാനിക് വേ ഓഫ് ഷൂട്ടിങ് നമ്മളെല്ലാം നമുക്ക് അറിയും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഞാനത് ചെയ്തിട്ടേ ഇല്ല. ഐ ട്രൈ ആൻഡ് ഡിസ്കവർ ദ ഫിലിം. ഇതിലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. ദെൻ ദർ വാസ് റൈറ്റിംഗ് ആൻഡ് ദെൻ ഇത് ഡിസ്കവർ ചെയ്യാനാണ് ഞാൻ ഇറങ്ങിയത്. So I approached it like that, like how I always work. The only difference was we had the legendary Mammootty sir as the protagonist, and it was a beautiful experience working with sir. അതിനു വേണ്ടി മാത്രം ഇനിയും കുറച്ച് റെഡിയായി എന്നാണ് പറയണം. ലൈക്ക് നമ്മളൊരു സെക്കൻഡ് ടേക്ക് ചോദിക്കുമ്പോൾ സാർ ഇങ്ങനെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ പറയണം. ഷോർട്സ് നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവണം. വിഷ്വൽ ഇമേജറി ഓൾറെഡി ക്രിയേറ്റ് ചെയ്യണം. ടൈം വേസ്റ്റ് ചെയ്യരുത്. അവർ പറയുന്ന ഈ 55-40 ഡേയ്സിൽ നമ്മൾ ഷൂട്ടും ഫിനിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കുറേ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ അതിൽ ഇറങ്ങിയത്. സോ ഐ ലുക്ക്ഡ് ഇറ്റ് ആസ് മൈ ഫസ്റ്റ് ഫിലിം ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ദിസ് ബീങ് മൈ ഡെബ്യൂ. ഞാൻ 2005 സാറിന് ഒരു കഥ പറഞ്ഞു. അത് ഞങ്ങൾ സാറിൻ്റെ അടുത്ത് കഥ പറയാൻ പോകുമ്പോൾ സാർ അത് ഓർത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, യു നരേറ്റഡ് ടു മീ വാട്ട് ഹാപ്പൻ യു ഡിഡ്ന്റ് കം എന്ന് ചോദിച്ചു. സോ ഐ വാസ് ആൻഡ് ഹി നരേറ്റഡ് ദ ഐഡിയ ഓൾസോ. ഐ വാസ് വെരി സർപ്രൈസ്ഡ് ദാറ്റ് ഹി റിമെമ്പേർഡ് ദാറ്റ്. സോ ഐ ബീൻ ട്രൈങ്. പക്ഷേ തമിഴിൽ കമ്മിറ്റ്മെൻറ്റ്സും അവിടുത്തെ ഒരു ജേർണി ആയിരുന്നു. ഇതൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. നീരജ് എനിക്ക് ഈ സ്റ്റോറി പറഞ്ഞപ്പോൾ നമ്മളായിട്ട് തന്നെ 2-3 ആക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഇനി സംസാരിച്ചിട്ടുണ്ട്. വി വർ ഡിസ്കസിങ്, ബട്ട് സംവെയർ ഫ്രം ദ ടൈം ഹി നരേറ്റഡ് ദ സ്റ്റോറി ഐ വാസ് തിങ്കിങ് ഓഫ് മുഖ് ഇൻ ദിസ്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞങ്ങൾ പോയി സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു ആൻഡ് ഹി ഇമ്മീഡിയറ്റ്ലി സെഡ് വിൽ ഡു. സോ ഐ എം വെരി എക്സൈറ്റഡ്, ഐ എം നെർവസ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ദാറ്റ്. മമ്മൂക്കയുടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കരിയറിൽ ഭയങ്കര ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫേസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന പടങ്ങളും എല്ലാത്തിലും ജീവിയുമായിട്ടൊരു കൊളാബറേഷൻ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഫാൻസ് ഒരു ക്യൂരിയസ് ഫാക്ടേഴ്സിൽ നോക്കുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ രീതിയിൽ നോക്കുമ്പോൾ നോ വൈറ്റ് ലിനൻ ഷർട്ട്, ബ്ലൂ ജീൻസ് ഇല്ല, പിന്നെ ഇതില്ല. അപ്പോൾ ഇങ്ങനെ മമ്മൂക്കേനെ ജീവിയും കണ്ണിലൂടെ കാണാനും ഈ ഒരു നറേറ്റീവ് സ്ട്രക്ചറിലേക്ക് അഡാപ്റ്റ് ചെയ്യാനും എടുത്തിട്ടുള്ള പ്രോസസ്സ് എന്താണ്? അല്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞത് അത് കുറേ റിപ്പീറ്റ് ചെയ്യേണ്ടാന്ന് എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ ഹീറോസ് ഫ്രണ്ട്സായിട്ട് പറയും, ഇപ്പോൾ സിംബു ഒക്കെ ഇതേമാതിരി കൊണ്ട് പണ്ടേ ഇല്ല അതേമാതിരി പണ്ടല എന്നൊക്കെ പറയും. വിൻറ്റത്തിനേക്കാൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അത് ടോട്ടലി വേറൊരു സ്ട്രക്ചറിൽ വേറൊരു ബാക്ക്ഡ്രോപ്പിൽ നടന്ന ഒരു കഥയാണ്. ഇതിലും ഞാൻ അങ്ങനത്തെ ഫോഴ്സ്ഫുള്ളായിട്ട് ഒന്നും ചെയ്യേണ്ട. പക്ഷേ ഈ ക്യാരക്ടർ എൻ്റെ മൈൻഡിൽ ഭയങ്കര സ്റ്റിക്കായി. ഇതൊരു ക്യാരക്ടർ ബേസ്ഡ് ഫിലിമാണ്. ഈ ഡൊമിനിക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഐ ലൈക്ക് ഡൊമിനിക്. ഡോക്ടർ നീരജിൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ ഡൊമിനിക് സ്റ്റേഡ് ഇൻ മൈ ഹെഡ് മോർ ദാൻ ദ സ്റ്റോറി. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ഈ ഡൊമിനിക് സീരീസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാറിൻ്റെ റിയാക്ഷൻ ഇസ് ജസ്റ്റ് എ സ്മൈൽ. അപ്പോൾ ഐ ഹാഡ് വൺ വിഷ്വൽ ഇമേജറി ഓഫ് ഡൊമിനിക് ആൻഡ് ഫ്രം ദ ടൈം മമ്മൂട്ടി സർ സെഡ് യെസ്. അപ്പോൾ ഈ ലുക്കിലായിരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കോസ്റ്റ്യൂം ടീമിൻ്റെ അടുത്ത് കുറേ ഇങ്ങനെ ഡിസ്കഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഒന്ന് ക്രിയേറ്റ് ആയി. ആൻഡ് സർ അതിൽ ഒന്ന് ആഡ് ചെയ്തു. ഹി ജസ്റ്റ് ആഡഡ് ടു ദാറ്റ്. I remember I was saying this now also, sir, Neeraj ചോദിച്ചു ഇങ്ങനെ, sir, how are you going to play Dominic എന്ന് ചോദിച്ചു previous day. Sir പറഞ്ഞു, I don't know. നാളെ സ്പോട്ടിൽ വന്നിട്ട് ഞാൻ പിക്ക് അപ്പ് ഓൺ സം ലൈൻ ആൻഡ് I'll take that forward എന്ന് പറഞ്ഞു.
ദാറ്റ് വാസ് എ ഹ്യൂജ് ലേണിംഗ് ഓൾസോ. ബിക്കോസ് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് സാറ് നോക്കിയിട്ട് അവിടെ വന്നിട്ട് ആ ഷോട്ട് എന്താ, ഓക്കെ ഇതാണ് മൂഡ് അല്ലേ, ഓക്കെ നമ്മുടെ ക്ലോത്ത്സ് ഇതാണ്, ഇതൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇതിന്ന് പിടിക്കാന്ന് പറഞ്ഞിട്ട് അതൊരു ഫസ്റ്റ് ഷോട്ട് നമ്മൾ ചെയ്ത ഒരു സോബർ ഒരു ഗ്രിം ലുക്കിൽ വരുന്ന ഒരു ക്യാരക്ടർ ഈ ജസ്റ്റ് സ്ലോലി പിക്ക് ഇറ്റ് അപ്പ്. പിന്നെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ വരുമ്പോൾ പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജും. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഫോഴ്സ് എനി ഓഫ് മൈ തിങ്സ് ഓൺ ദാറ്റ്. ഇറ്റ് ഈസ് എ ന്യൂ ക്യാരക്ടർ ഫോർ മീ ഓൾസോ. സോ ആ ജനറൽ ട്രോപ്സ് നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷേ ഇറ്റ്സ് ഗോട്ട് ദാറ്റ് വി പുഷ് ദ എൻവലപ്പ് വിത്ത് സർട്ടൻ മൊമെന്റ്സ്. ഇതിലും ആ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, അങ്ങനത്തെ കുറേ വിഷയങ്ങൾ we've touched. ഇപ്പോൾ GVM സിനിമയിലെ ആക്ടേഴ്സിനെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ കരിയറിൽ ആ കൈൻഡ് ഓഫ് വേഷങ്ങൾ പിന്നെ റിപ്പീറ്റ് ആയിട്ടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലീഡ് ആക്ടേഴ്സ് അല്ലെങ്കിൽ കൂടെ ഇവൻ നീതാനപ്പെടുന്ന വസന്തത്തിലെ സന്താനം ഉണ്ട്, കാരണം ഡിഫറൻസ് സന്താനം ആ സമയത്ത് നമ്മൾ വിളിച്ചു. അപ്പോൾ ഈ പേഴ്സണൽ ഒബ്സർവേഷൻ ഉണ്ടല്ലോ, ഈ ആക്ടേഴ്സ് എങ്ങനെ നടക്കുന്നു, അവരെങ്ങനെ സംസാരിക്കുന്നു, അത് ഒബ്സർവ് ചെയ്യാറുണ്ടോ അവരുടെ പേഴ്സണലി? I do that. And അവരിവിടെ വരുമ്പോൾ തന്നെ they get ready for one slightly different, one real feel sort of a thing. അതിൽ നമ്മൾ ഫൈറ്റ് ചെയ്യും എല്ലാം ചെയ്യും, പക്ഷേ they come in knowing that ഇവിടെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ അത് റിയൽ ഫീലാണ്. ഇപ്പോൾ ഈവൻ സർസ് ക്യാരക്ടർ ഇറ്റ്സ് ലൈക്ക് എ മാൻ നെക്സ്റ്റ് ഡോർ. നമ്മളൊരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ഇരിക്കുമ്പോൾ യു ക്യാൻ സീ ദിസ് മാൻ ലിവിംഗ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്, യു ക്യാൻ സീ ഹിം walking in, you can see an assistant coming to join him. If you observe, you will see a lot of people like that. അതെയും താണ്ടി ഉള്ളിൽ കയറിയ ദെൻ യു നോ വാട്ട് ഹിസ് ഹൗസ് ഇസ് ലൈക്ക്, വാട്ട് ഹിസ് മൂഡ് ഇസ് ലൈക്ക്, പുള്ളി എന്താ കഴിക്കുക, അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ. സോ ദ ക്യാമറ ടേക്സ് യു ഇൻ ടു ഹിസ് ജേർണി, ഇൻ ടു ദിസ് മാൻസ് ലൈഫ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ ആണ് വിച്ച് ഐ റിയലി ലൈക്ക്. സാർ പറഞ്ഞു ഡൊമിനിക്കിനെയാണ് ഫസ്റ്റ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത്. റൈറ്റേഴ്സിനോട് ചോദിക്കുമ്പോൾ എവിടെ നിന്നാണ് ഈ സ്പാർക്ക് ഫസ്റ്റ് ഡൊമിനിക്കിനെ എവിടെ നിന്ന് കണ്ടെത്തി? ഞങ്ങൾക്ക് ബേസിക്കലി ഷെർലക് ഹോംസ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ അതിൻ്റെ അഡാപ്റ്റേഷൻസ് ഇറങ്ങിയ മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആൾ പോലീസ് ഓഫീസർ ആകുന്നതും ഞങ്ങൾക്ക് അത്ര ബേസിക്കലി ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത് പിന്നെ ഒരു ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് അതിനകത്തൊരു ചെറിയ ഹ്യൂമർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഷെർലക് ഹോംസ് മൂവീസിൻ്റെ ആ ക്യാരക്ടറൈസേഷൻ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ആക്ടേഴ്സിന്റെ ഒരു വാലിഡേഷൻ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ ഇപ്പം സിംബുവിന്റെ അടുത്ത് ഫസ്റ്റ് നറേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ആക്ഷൻ സിനിമയല്ലേ, ഇപ്പൊ വീണത്താണ്ടി വരുവായ്ക്ക് മുമ്പ് ആ സമയത്ത് സിംബു സജസ്റ്റ് നമുക്കൊരു റൊമാൻറ്റിക് കൈൻഡ് ഓഫ് സിനിമ ചെയ്യാം, അങ്ങനെയാണ് എൻറ്റയർലി അത് ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ഇപ്പം ആക്ടേഴ്സ് പറയുന്ന ഒരു സജഷനും അല്ലെങ്കിൽ അവരുടെ ഒരു വാലിഡേഷൻ ശരിക്കും എത്രമാത്രം ഈ മോൾ പ്രോസസ്സിനെ മാറ്റി മറിക്കണത്? No, unless it doesn't change drastically. സിംബു അങ്ങനെയല്ല. സിംബു വെണ്ണിത്താണ്ടി വരുമ്പോൾ മഹേഷ് ബാബുവിന് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റ് ആയിരുന്നു. ആൻഡ് സിംബുവും ഞാനും ഇങ്ങനെ മീറ്റ് ചെയ്യണം, നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ചെറിയ ഡിസ്കഷൻ വാസ് ഹാപ്പനിങ് ഓൺ ദ അതർ സൈഡ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ കഥ പറഞ്ഞപ്പോൾ ഹി റിയലി ലൈക്ഡ് ഇറ്റ്. ഞാൻ വിചാരിച്ചു സിംബു ഒരു മാസ് കമേഴ്ഷ്യൽ ഫിലിമാണ് എക്സ്പെക്ട് ചെയ്യുക ആൻഡ് ദാറ്റ്സ് വാട്ട് ഹി വിൽ വാണ്ട് എന്ന് പറഞ്ഞു. മഹേഷ് ബാബുവിൻ്റെ അടുത്ത് അതാണ് പറഞ്ഞത്, ബ്രദർ ഇതിൽ ആക്ഷൻ ഇല്ല, നമ്മളൊരു ആക്ഷൻ ഫിലിമാണ് ചെയ്യണം, ഈ ഓഡിയൻസിന് എക്സ്പെക്ടേഷനൊക്കെ അങ്ങനെ ആയിരിക്കും, ഇത് ലവ് സ്റ്റോറിയാണ്, ഇതിൽ ഫൈറ്റും ഇല്ല, അപ്പോൾ ഇത് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. മേ ബി ഹി ഹാഡ് ഹിസ് ഓൺ തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇതായിരിക്കും സിംബുവും പറയാമെന്ന് വിചാരിച്ച് ഞാനൊരു ന്യൂ കമറിനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ആ പടം. അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു സിംബുവിനെ ഒരു പ്രാവശ്യം മീറ്റ് ചെയ്തിട്ട് ഈ കഥ ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര ഹെസിറ്റൻ്റ് ആയിട്ടാണ് ആ മീറ്റിംഗ് പോയത് തന്നെ. സിംബു ഇഷ്ടപ്പെടില്ല, ഇതിൽ ഒന്നുമില്ല എന്നാണ് ഞാൻ പോയത്. പക്ഷെ സിംബു ഇത് പിടിച്ചു. இல்லை பிரதர் இதில் நான் ஒன்று பண்ணுறேன், நம்ம ஸ்டைல் எதுவுமே இதில் வேண்டாம், உங்கள் ஸ்டைலுக்கு நான் வந்துடுறேன், நீங்கள் என்ன சொல்கிறீங்களோ அப்படி பண்ணுறேன்னு. See, I'm a very collaborative director. ഇത് തന്നെയല്ലേ ശരിക്കും വിജയനോട് വാർണായിരത്തിൻ്റെ ഫസ്റ്റ് ലൈനും പറഞ്ഞപ്പോൾ പുള്ളിയും പറഞ്ഞ് സം എലമെന്റ്സ് നമുക്ക് ആഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള വാരണമായിരം അല്ല, വാരണമായിരം വാസ് ഓൾവേസ് വിത്ത് സൂര്യ ഓൺലി. അതൊരു കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറി ആയിരുന്നു ഫസ്റ്റ്. പിന്നെ അതിൽ എൻ്റെ ഫാദറിൻ്റെ ഒരു പോർഷൻ ഞാൻ അതിൽ സ്ക്രീൻ പ്ലേയിൽ വർക്ക് ചെയ്തു. വിജയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് യോഹൻ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ്, അതൊരു ഭയങ്കര ഇൻ്റർനാഷണൽ ഫീലായിരുന്നു, ഒരു ഇംഗ്ലീഷ് ഫിലിമിൻ്റെ സ്റ്റൈലായിരുന്നു. പുള്ളി പറഞ്ഞു വേ ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം. ഇത് എല്ലാ ക്യാരക്ടേഴ്സും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാരക്ടേഴ്സാണ്, എല്ലാ ഫോറിൻ ലൊക്കേഷൻസ് ആണ്, ഹീറോയിൻ ഫോറിനർ ആണ്. സോ അത് ഇങ്ങനെ എപ്പി വർക്കൗട്ട് ആവുമെന്ന് പുള്ളി ഒരു ചെറിയ അങ്ങനത്തെ ഒരു ഡൗട്ടിലായിരുന്നു. സോ ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് സിംബു ടു പിക്ക് എ സ്റ്റോറി ലൈക്ക് ദാറ്റ്, ബട്ട് ഹി ഡിഡ്. And then we worked, but I'm a very collaborative director, like I told you. I to answer your question, I like interaction. ഞാൻ ഇങ്ങനെ ആക്ടേഴ്സ് സജഷൻസോ അവർ പറയുന്നത് നമ്മൾ കേൾക്കില്ല, അങ്ങനത്തെ ഒരു ഡയറക്ടർ അല്ല ഞാൻ. ആൻഡ് ഇഫ് സംതിങ് വർക്ക്സ് ബെറ്റർ ഫോർ ദ ഷോട്ട്, ഫോർ ദ സീൻ, ഫോർ ദ ഫിലിം, ഐ എം റെഡി ടു ഗ്രാബ് ദാറ്റ്. സോ ഐ ലൈക്ക് ദാറ്റ് ഇൻട്രാക്ഷൻ. ജീവൻ സാർ ഇവരായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സ് എന്തായിരുന്നു? ഇതിലേക്ക് മമ്മൂക്ക ഡൊമിനിക്കായിട്ട് ബാങ്ക് റോൾ ചെയ്യുമ്പോൾ എന്തായിരുന്നു ആ ജേർണി? എന്തായിരുന്നു? I think everything beautifully just fell in place. ഞങ്ങൾ മഞ്ജു വാര്യർ ത്രൂ ആയിട്ടാണ് മീറ്റ് ചെയ്തത്. We met because Dr. Neeraj came to Chennai to narrate a story to me for Manju to act.
that the story was nice, and then he read a couple of other stories, and we kept in touch. And I told Manju also that I'm going to be in touch with Dr. Neeraj, and I want to see, he seems to have a lot of nice ideas and all that. അപ്പോൾ നീരജ് ഇങ്ങനത്തെ ഒരു സ്റ്റോറി പറഞ്ഞു. ഇത് ഈ പടത്തിൽ സ്റ്റോറി ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നു ഇതിൽ. ഐ റിയലി ലൈക്ക് ഇറ്റ്. ആൻഡ് ലൈക്ക് ഐ ടോൾഡ് യു, എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്, അതുകൊണ്ട് സീക്വൽസ് അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ ഈ ദിസ് ക്യാരക്ടർ ക്യാൻ ഗോ ഓൺ. Sir okay ആണെങ്കിൽ, and this film does well, if it reaches the audience's hearts, then we can really take this character into many other stories also. We can. അതല്ല ഐഡിയ ഇപ്പോൾ, പക്ഷെ പറയണത്. So I like something like that. And this Dominic stayed with me forever. So it was a very good interaction after that. We collaborated a lot. കുറേ ഡിസ്കഷൻസ്. ഞാൻ പറഞ്ഞില്ലേ, 2-3 ആക്ടേഴ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് he went and narrated to one actor. I also went and spoke to somebody else. ഞാൻ ഹിന്ദിയിലും ഇത് ഒരു പ്രൊഡ്യൂസർ അടുത്ത് പറഞ്ഞപ്പോൾ they also liked it a lot. Then somewhere I kept thinking, but Mammootty sir will be really good with this. And ഞാൻ ബസൂക്ക ആക്ട് ചെയ്തു സാറിൻ്റെ കൂടെ. അതല്ലേ സിംഗ് സൗണ്ട് തട്ടരുത്. അതെ that was an experience also. പക്ഷേ അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയോ അല്ലെങ്കിൽ സാറിൻ്റെ കൂടെ ഞാൻ ഡയറക്റ്റ് ചെയ്യണമെന്ന് ഒന്നും ഞാൻ സംസാരിച്ചില്ല. ബിക്കോസ് I was an actor on the sets. ഞാൻ അങ്ങനത്തെ ഒരു ഡിസ്റ്റർബൻസ് ചെയ്തില്ല. We were just talking about other things. But somewhere ഇത് ഓൾമോസ്റ്റ് ഒരു റെഡി ആയപ്പോൾ we took it to sir. He was very ഫസ്റ്റ് ഓർമ്മയുണ്ടോ, he said ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. Then പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടാന്ന് പറഞ്ഞു. I said listen, come, you hear us out, if you don't like it we'll give you something else പറഞ്ഞപ്പോൾ ഒരു half an hour I could see sir was asking questions about the character, about the story, and he was really involved with the narration. And പെട്ടെന്ന് like in 10 days everything started. And then we discussed further, and we took the film forward. When written and directed by Gautam Menon, അല്ലാത്തൊരു റൈറ്റേഴ്സിൻ്റെ വർക്ക് ചെയ്യുമ്പോഴും അവിടെ ഉണ്ടാവുന്ന ഒരു ഗിവ് ആൻഡ് ടേക്കിൽ ഇപ്പം മിന്നലേക്ക് വിവേക് സാറിന് ആവശ്യം ഉണ്ടായിരുന്നല്ലോ. ശരിക്കും വിവേക് സാറിനെ ആണല്ലോ ശരിക്കും ഡയലോഗ്സ് എഴുതാൻ വേണ്ടി ആദ്യം. അല്ല, ഞാൻ ഐ ഓൾവേസ് ട്രൈ ടു ബ്രിങ് എ റൈറ്റർ ഓൺ ബോർഡ്. മിന്നലെ, കാക്ക വേട്ടയാട് എല്ലാ പടവും ഫസ്റ്റ് ഒരു റൈറ്ററിൻ്റെ അടുത്ത് ഞാൻ ഈ ഐഡിയ കൊണ്ടുപോകും. അനുരാഗ് കശ്യപ്, ജയദീപ് സഹാനി, കുറേ ആൾക്കാർ, ബാലകുമാരൻ സർ തമിഴിൽ വലിയ റൈറ്ററായിരുന്നു. ഐ ട്രൈഡ് മീറ്റിംഗ് റൈറ്റേഴ്സ്. ഈ ഐഡിയ ഞാൻ തരും, ആൻഡ് ദെൻ സർ യു കൻ ടേക്ക് ഇറ്റ് ഫോർവേഡ് എന്ന് പറയും. ബട്ട് സംവെയർ ഇറ്റ് ഡിൻ, ഐ സ്റ്റാർട്ട് റൈറ്റിംഗ് ഇറ്റ് മൈ സെൽഫ്. സംടൈംസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ആയിരിക്കും, പക്ഷേ ഇറ്റ് വിൽ ഗോ കംപ്ലീറ്റ്ലി ഒരു റൈറ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഇസ് ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ഹൗ യു വോണ്ട് ടു മേക്ക് ദ ഫിലിം. അനുരാഗാണ് എൻ്റെ അടുത്ത് ഈ ഡീറെയിൽ എന്ന് പറഞ്ഞ ഈ ബുക്ക് എൻ്റെ കയ്യിൽ കൊടുത്തു. അതായിരുന്നു പച്ചക്കിളി മുത്തുച്ചേരം. നമ്മൾ റൈറ്റ്സ് വാങ്ങാൻ ട്രൈ ചെയ്തപ്പോൾ ഓൾറെഡി ഹോളിവുഡ് അത് എടുക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ അത് ജസ്റ്റ് ലൂസ്ലി ബേസ് ചെയ്തിട്ട് ഞാൻ പച്ചക്കിളി മുത്തുച്ചേരം ചെയ്തു. സോ അങ്ങനത്തെ കുറേ റൈറ്റേഴ്സ് ഐ ഓൾവേസ് ട്രൈ ടു ഇന്ററാക്ട്. ആ റൈറ്റർ മീറ്റിംഗ് ഐ നെവർ സേ നോ ടു. I always try. So when Manju also called me and said, I'm coming with a writer, can you listen to the story? I readily agreed to. And then we took the journey forward separately. Yeah. So, I don't know how good a doctor he is. I'm sure he is. And pulled a patient ആയിട്ട് ഞാൻ പോയിട്ടില്ല. പക്ഷേ he's a very good writer and they work very well together. ABCD കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, of course. Yeah. After I met him, I got to know that he's written that. So yeah. നിങ്ങൾ എഴുതിയ ഡയലോഗ്സ്, സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ ഡയലോഗ്സ് നമുക്കത് എൻഹാൻസ് ചെയ്ത് പെർഫോം ചെയ്യുന്ന സിറ്റുവേഷൻസിൽ കൂടുതൽ ഡിസ്കഷൻ വന്നിട്ടുള്ള പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് കുറെ കൂടുതൽ ചോദ്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ച ഏരിയാസോ അങ്ങനെ നിങ്ങൾക്കിടയിൽ ഡിസ്കഷൻസ് വന്ന സീക്വൻസസ് ഉണ്ടോ? ക്ലൈമാക്സ് പോർഷൻ ആണെന്ന് തോന്നുന്നു. അതെ, പക്ഷെ അത് ഗൗതം സാറിന് ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, ഇത് തന്നെ ആയിരിക്കണം ക്ലൈമാക്സ് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതിൽ നമ്മൾ കൂടുതൽ പോളിഷ് ചെയ്യാൻ മാത്രമേ അത് ശ്രമിച്ചിട്ടുള്ളൂ. അത് നമുക്കും ഓക്കെ ആയിരുന്നു. ഗുഡ് ഡിസ്കഷൻ ആയിരുന്നു. എല്ലാ നത്തിങ് ലൈക്ക് ബോദറിങ്, വെരി ഗുഡ് ഡിസ്കഷൻ ഓൾവേസ്, ആൻഡ് കീപ്പിംഗ് us on our toes, കീപ്പിംഗ് us ready. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡയലോഗ് ഇത് വേണോ, ഇത് ഇങ്ങനെ പറയാം, അതൊക്കെ ചോദിക്കും. പെട്ടെന്ന് we'll call them and then they'll say yes. So very healthy, very good collaboration happened actually. സാറിൻ്റെ ഒരു ഡയറക്ടോറിയൽ പരിപാടിയിൽ ക്രിയേറ്റീവ് പ്രോസസ്സ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സാറിൻ്റെ വാക്ക് തന്നെ കടം കൊള്ളുമ്പോൾ ഇറങ്ങി സെയിലാം എന്ന് പറയുന്നൊരു കാര്യം പറയുമ്പോൾ അത്തരം ചുറ്റുപാടുകളിൽ 150 പ്രശ്നങ്ങൾ ചുറ്റുപാട് നിൽക്കുമ്പോൾ ഡൊമിനിക്ക് സംഭവിക്കുന്നു. ഡൊമിനിക്കിൻ്റെ ഇടയിൽ ഇതിനെ ക്രിയേറ്റീവായിട്ട് ഡയറക്ടർ അപ്രോച്ച് ചെയ്യണ്ടേ? എല്ലാ സീനും 45 ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി അതിന് 100% കൊടുക്കാൻ പറ്റണം. അതിന് ഗ്രൗണ്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നതിലും പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലും മനസ്സിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാണ്. പ്ലസ് ഇതിലേക്ക് ക്രിയേറ്റീവ് ഇൻപുട്ടും കൊണ്ടുവരാൻ പറ്റണം. ആ പ്രോസസ്സിന് ജേർണിയെ കുറിച്ച് ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വാക്കുകളായിരിക്കും. പ്ലീസ്. വെരി വെരി ഇൻട്രസ്റ്റ്, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആൻഡ് എൻ്റെ സിനാറിയോ അതാണിപ്പോൾ. ബട്ട് ഇൻ ദ മിഡിൽ ഓഫ് ദാറ്റ് I found the story and there was a writer who brought the story to me.
The creative process was only to try and create a screenplay to see what will finally come on screen. And you need the support of a good producer. ഞാനിത് ഇങ്ങനെ പറയാം, അവർക്കും പ്രശ്നം ഉണ്ടെന്ന് അറിയാം, പക്ഷേ ദേ സെഡ് നോ, വി ആർ കീൻ, വിൽ ഡു ദിസ് ഫിലിം എന്ന് പറഞ്ഞു. സാറിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ടുക്ക് അവേ എ ലോട്ട് ഓഫ് മൈ the weight on my shoulder was taken off എന്ന് പറയണം. And at the same time, see, these are all ഇപ്പോൾ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ ഒരു പടത്തിന് അസോസിയേറ്റ് ആയ പ്രോബ്ലംസ് ആണ്. ഇതൊക്കെ പേഴ്സണൽ പ്രോബ്ലംസ് അല്ല. പക്ഷെ നമ്മുടെ ലൈഫ് 99% നമ്മൾ ഫിൽം മേക്കർ ആയിട്ടാണ് നമ്മൾ, മറ്റേതൊക്കെ ഒരു 1% ആണ്, എവറിത്തിങ് എൽസ് അറൗണ്ട്. സോ ഇറ്റ് ഡിഡ് എഫക്ട് മീ എ ലോട്ട്, ബട്ട് യു ഹാവ് ടു ട്രൈ ആൻഡ് റൈസ് ആൻഡ് ഓവർകം. ഇപ്പോൾ ഞാൻ വാരണമായിരമിൽ കാണിച്ചത്, ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഐ ഡോണ്ട് ബിലീവ് ഇൻ. I do that in my life also. So I train, I try workout, I physically, try and overcome that. That actually takes away a lot from you. And I have good people around me. Our support is very, very important. You need to be in the right circle, right space. And honestly, I'm saying, ഇത് ഇന്ന് പുറത്ത് വരണം എന്നാണ് ഞാൻ ഇത് ഈ ഇനിഷ്യേറ്റീവ് ഞാൻ എടുത്തിട്ട് പോയത്. When I heard the story and then I said, we were talking about a couple of actors, but I thought അത് വേണ്ട, ഇതായിരിക്കും a path for me to come out also എന്നാണ് ഞാൻ മമ്മൂക്കൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോയത്. ആൻഡ് സർ പിക്ഡ് ഇറ്റ് ആൻഡ് സെഡ് യെസ്. അപ്പോൾ ആൻഡ് യൂഷ്വലി ഞാൻ ഈ ഷൂട്ടിംഗ് സ്റ്റൈലും ഞാൻ പറയാം, ഞാൻ അവിടെയും ഇപ്പോൾ വെഞ്ചത്തരക്കാട്ട് 52 days ഷൂട്ട് ചെയ്ത പടമാണ്, ബട്ട് സ്പ്രെഡ് ഓവർ 1 year. വേട്ടയുടെ ഇവിടെ 77 days സ്പ്രെഡ് ഓവർ 1 year. അങ്ങനെ കുറേ നമ്പർ ഓഫ് ഡേയ്സ് വിൽ ബി കറക്റ്റ്, ബട്ട് ഇറ്റ് ബി സ്പ്രെഡ് ഓവർ എ ലോങ് ടൈം. പല ഷെഡ്യൂൾ ആയിട്ടാണ്. അതെ, പക്ഷേ ഇതിൽ അവർ പറഞ്ഞു ഒരു 45 days, ഞങ്ങൾ ചാർട്ട് ചെയ്യുമ്പോൾ ഒരു 45 to 50 days ആണെന്ന് പറഞ്ഞു. 1 stretch ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്കൊരു പുതിയ വിഷയമായിരുന്നു. ഐ ലൈക്ക് ടു ടേക്ക് ഓഫ് ഓൺ സൺഡേസ് ജസ്റ്റ് ടു ബ്രീത്ത്, ജസ്റ്റ് ടു നമ്മൾ ഷൂട്ട് ചെയ്തതും ഒരു അനാലിസിസും പിന്നെ അടുത്ത വീക്കിൻ്റെ ഒരു വർക്കും എല്ലാം നമ്മൾ ഒരു ബ്രീതിങ് സ്പേസ് വേണം. പക്ഷെ അതും ഇതിൽ കിട്ടിയില്ല. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. അത് പ്രഷറായിട്ട് ഞാൻ കണ്ടില്ല. ഇറ്റ് വാസ് കമ്പെല്ലിംഗ് എന്ന് പറയണം. ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു എവറി ഡേ ഷൂട്ട്. സോ ഇങ്ങനത്തെ ഒരു പാത്ത് ക്രിയേറ്റ് ആകുമ്പോൾ മറ്റേ പ്രോബ്ലംസ് ഒക്കെ വി ഹാവ് ടു ഫൈൻഡ് അവർ ഓൺ സ്പേസ് എന്നാണ് ഞാൻ പറയാൻ വരുന്നത്. വി ഹാവ് ടു ഫൈൻഡ് അവർ ഓൺ വിതിൻ അവർ ഓൺ വർക്ക്. We have to find space. അയ്യോ ഇவ்வளோதான் നമ്മൾ അനുസരിച്ച് നമ്മൾ റൂമിൽ ഉட்காந்துരുന്നാൽ ഇറങ്ങി ചെയ്യ മുടിயாது. ഇപ്പോൾ ജനുവരി 23 ഒരു വലിയ ദിവസമാണ്. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ദേ വോണ്ട് ടു സീ ദ ഗൗതം മേനോൻ ഫിലിം, അല്ലെങ്കിൽ എല്ലാ ആസ്പെക്റ്റിൽ നിന്നും അവർക്ക് കാണേണ്ട ഒരു കൈൻഡ് ഓഫ് ഗൗതം മേനോൻ ഉണ്ട്. സോ അവർക്ക് വേണ്ടി ശരിക്കും കുറച്ചുകൂടെ പ്രിപ്പയർഡ് ആവാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നെക്സ്റ്റ് സിനിമ എങ്ങനെ ആവണം. See, I think cinema is at a space where you need to forget about all that. We have to try and break something. ഞാൻ പ്രോബ്ലം ഇസ് എക്സ്പെക്ടേഷൻസ്. ഇപ്പോൾ ഈ പറയുന്ന ഈ എക്സ്പെക്ടേഷൻസ് അല്ലാതെ ഈ പടം ഒന്ന് കണ്ട, then they will really be with the film, I think. മറ്റേ പടങ്ങൾ, മറ്റേ പടത്തിലുള്ള ട്രോപ്സ് അതൊക്കെ മറന്നിട്ട് ഈ പടം ഒന്ന് കാണണം. Then it will still remind you of some of the earlier work if you think that is special. പക്ഷെ ഞാൻ കുറേ വിഷയങ്ങൾ നമ്മൾ ഈ ലൈൻ ക്രോസ് ചെയ്യരുത്. this character should be handled a certain way എന്ന് പറഞ്ഞാണ്. ഫ്രം ദ മേക്കിംഗ്, സിനിമറ്റോഗ്രഫി ടു ദ മ്യൂസിക് ടു ദ ആക്ടേഴ്സ്, എവറിത്തിങ് we've done a bit differently from earlier. So I think leave all your expectations and just come and watch a film. You'll like it. ഇതിൽ കാസ്റ്റിംഗിൽ സാർ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് മമ്മൂക്കയായിരുന്നു കൂടുതൽ സജഷൻ വന്നിട്ടുള്ളത് എന്നുള്ളത്. റൈറ്റേഴ്സ് പെർസ്പെക്റ്റീവിൽ നിന്നും ഡയറക്ടർ പെർസ്പെക്റ്റീവിൽ നിന്നും അതിലൊക്കെ ഒരു കൊളാബറേറ്റീവ് പ്രോസസ് ഉണ്ടല്ലോ. കാസ്റ്റിങ്ങിനെ കുറിച്ച്, ആ ഡിസ്കഷൻസിനെ കുറിച്ച് കുറേ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ഓൾ വെരി വെരി ഗുഡ് ഡിസ്കഷൻസ്. ആൻഡ് സർ ഇസ് വെരി വെരി ലൈക്ക് കുറേ എല്ലാ പടങ്ങളും കാണും. ഹി നോസ് ഹൂസ് ഹിയർ. ചെറിയ ചെറിയ വീഡിയോസ് ഒന്ന് എടുത്തിട്ട് ഹി വിൽ കാസ്റ്റ് പീപ്പിൾ. സോ ഹി സെഡ് നോ, വി വിൽ ഡു ഇറ്റ് ടുഗെദർ എന്ന് പറഞ്ഞിട്ട് എല്ലാ ക്യാരക്ടേഴ്സിനും നമ്മളെല്ലാം ഇരുന്നിട്ട് സർ സജസ്റ്റ് ചെയ്യും, ഓർ ഡോക്ടർ നീരജ് വുഡ് സജസ്റ്റ്. Sometimes he'll say yes, sometimes he'll say no, and he'll have good reasons also for why or why not. So it was a great process. Usually we bring in a casting director and then they will cast, and then those screen test auditions നമ്മളുടെ കയ്യിൽ വരും, അത് നമ്മൾ കാണും, പിന്നെ then I'll come in. ഇത് അങ്ങനത്തെ ഒരു പരിപാടിയില്ല സർ. ആൻഡ് ഇറ്റ് വാസ് സ്പോട്ട് ഓൺ. ഇപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ദിസ് ക്യാരക്ടർ ആൻഡ് സം ഓഫ് ദീസ് പീപ്പിൾ ഐ ഡിഡ്ന്റ് know initially, I'm saying. But sir picked these characters correctly, and 1 or 2 good suggestions were there from Dr. Neeraj also. Ivaru Vanda, he had a good reasoning as to why a certain person shouldn't be there and somebody else should be there now. For the heroine, we wanted to cast somebody new. He was very insistent on that. From the beginning, ഈ കഥ പറയുമ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് ഡിസ്കഷൻ, വാട്ട് ഇസ് ഹീറോയിൻ ലൈക്ക് എന്ന് പറയുമ്പോൾ വി ഹാവ് ടു കാസ്റ്റ് സംബഡി ന്യൂ. അതായിരുന്നു. അപ്പോൾ അത് ഞാൻ പഠിച്ചിട്ട് ഐ ടോൾഡ് സർ ഓൾസോ, സർ സംബഡി ന്യൂ ഇസ് ഓൾവേസ് ബെറ്റർ. ശോഭന ലൈറ്റ്. ആൻഡ് സർ ഹാഡ് എ ഫ്യൂ ഐഡിയാസ്. നമ്മൾ വലിയ ആർട്ടിസ്റ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് ഡോക്ടർ നീരജ് കെപ്റ്റ് telling sir and me that no, we should go with
new actor. So those are things that evolve. Then you realize, okay, since the idea and the shell came from him, he had that vision, and we took it from there actually. ഈ മലയാളി കണക്ഷൻ ഉണ്ടല്ലോ, ഇപ്പൊ അഭിനയത്തിലാണെങ്കിൽ ട്രാൻസ് വന്നു, അനുരാഗം ഉണ്ട്, അപ്പൊ അങ്ങനെ കുറെ സിനിമകൾ. ഇപ്പൊ മലയാളത്തിലെ പ്രോസസ്സ് കുറച്ചുകൂടെ ഭയങ്കര സിംപ്ലിഫൈഡ് ആണ്, ഗ്രൗണ്ടഡ് ആണ്, ക്രിയേറ്റീവ്ലി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനകത്ത് കോൾ ഉണ്ടെന്ന് തോന്നിയായിരുന്നു. 100%. Yeah, surely. Yeah. അത് ശരിക്കും എങ്ങനെ നെക്സ്റ്റ് ഫിലിമിൽ ഇപ്പൊ തമിഴിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് എങ്ങനെ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവും? No, I think I'm also on the 20 years of work, 20 films. So you learn in the process, right? So ഇപ്പൊ ഞാനൊരു സ്റ്റേജിലാണ്, ഇത് ചെയ്യരുത് എന്നൊരു സ്റ്റേജിലാണ് ഞാൻ. വാട്ട് എവർ ഇറ്റ് ഇസ്, ഇത് വേണ്ട, നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഞാൻ. സോ ഐ ഹാവ് ലേൺഡ്, ആൻഡ് ദിസ് ഫിലിം ഇസ് എ ഹ്യൂജ് ലേണിംഗ് ഫോർ മീ. ആൻഡ് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ഡൂയിങ് മോർ ഫിലിംസ് ഹിയർ ഓൾസോ. നിങ്ങൾക്കിടയിൽ മലയാളം തമിഴ് കോൺവെർസേഷൻസ് എങ്ങനെയായിരുന്നു? ഡയലോഗ്സിന് അതിനുള്ള സാറിന് ആക്ച്വലി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മലയാളം അറിയാമെന്ന് സാറിനെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പം നമ്മൾ ഈ കഥ പറയുമ്പോഴും അജ്ഞാത മൃതദേഹം എന്നൊരു വേർഡിന്റെ മാത്രം മീനിങ് സാർ ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ ബാക്കി എല്ലാ മലയാളം വേർഡ്സും സാറിന് അറിയാം. ഇത് മാത്രം സാർ ഇങ്ങനെ ചോദിച്ചു, വാട്ട് ഇസ് ദാറ്റ് ചോദിച്ചു. പിന്നെ ഈ പടത്തിലെ ഒറിജിനൽ സ്റ്റോറിയിൽ തമിഴ് ഉണ്ടായിരുന്നു. ഓക്കെ, there was some Tamil lines in the film and all that. So it was a nice process. ഒറ്റപ്പാലം വീട്ടുകാർ പാലക്കാടുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവർക്ക് സാറിൻ്റെ ഒരു ആദ്യത്തെ മലയാള സിനിമയായിരിക്കും. അപ്പോൾ അവർ പേഴ്സണൽ ഹാപ്പിനെസ് എന്താ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? എല്ലാവരും വെരി എക്സൈറ്റഡ് ആണ്, എസ്പെഷ്യലി മമ്മൂട്ടി സാർസ് ഫിലിം. ഐ റിമെമ്പർ വടക്കൻ വീരകഥ വാസ് ഷോട്ട് ഇൻ കൊല്ലങ്കോട്. അവിടെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ വീട് അവിടെ ആയിരുന്നു. അപ്പോൾ ആ ഷൂട്ടിങ്ങൊക്കെ അവർ പോയി കണ്ടിട്ടുണ്ട്. പിന്നെ ഒറ്റപ്പാലത്തും മറ്റേ ഇതില്ലേ അവിടെയും ഇവർ ഷൂട്ടിങ്ങൊക്കെ പോയി കാണും. ആൻഡ് ദേ വർ സോ കീൻ ടു മീറ്റ് മമ്മൂട്ടി സാർ ഓൾസോ. ഞാൻ ഡോക്ടർ നീരജിൻ്റെ സ്ക്രിപ്റ്റ് ഫസ്റ്റ് ഡോക്ടർ മലയാളത്തിൽ എനിക്ക് അയച്ചു. ഐ ഡോണ്ട് റീഡ് മലയാളം സോ ഈസിലി, എനിക്ക് കുറച്ച് ടൈം ആവും. ഒരു സെൻറ്റൻസ് ഫിനിഷ് ചെയ്യാൻ ഒരു ഹാഫ് ഡേ ചിലപ്പോൾ ആവും. അതുകൊണ്ട് ഡോക്ടറിൻ്റെ വോയിസ് ആയിട്ട് ഞാൻ അത് ചോദിച്ചു. പക്ഷേ ഡോക്ടർ അത് അയക്കാൻ എനിക്കൊരു 1 week ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഐ തിങ്ക് സം മോർ റൈറ്റിംഗ് ഫുൾ സ്ക്രിപ്റ്റ് വോയിസ് ആയിട്ട് ഐ കൻ അണ്ടർസ്റ്റാൻഡ്. വോയിസ് ആയിട്ട് കിട്ടിയാൽ പിന്നെ ഞാനത് തമിഴിൽ തിരിച്ച് എഴുതിയിട്ട് then it will go back to, അതായിരുന്നു പ്രോസസ്. സ്റ്റിൽ റൈറ്റ്സ്? അപ്പോൾ അതൊരു 1 week ആവും എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഹി വാസ് ഓൾസോ ബിസി. ഹീസ് എ ഡോക്ടർ, റൈറ്റ്? സോ ഹീസ് ബിസി. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ ഉണ്ട്, ഗീത മേമാൻ ഞങ്ങൾ വിളിക്കുക. ഷീ ട്രാൻസ്ലേറ്റഡ് ദ ഹോൾ തിങ് ഫോർ മീ. ഷീ റെഡ് ദ സ്ക്രിപ്റ്റ് ആൻഡ് അവരുടെ വോയിസിൽ ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടി. എവറി ഡേ ഒരു 4-5 scenes ഷീ വിൽ റീഡ് ഇൻ ഹെർ വോയിസ്. ആൻഡ് ഫസ്റ്റ് റിയാക്ഷൻ വാസ് ഫ്രം ഹെർ, ബിക്കോസ് ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ ചിരിക്കുന്നതൊക്കെ എനിക്ക് കേൾക്കും. ഈ ഡയലോഗ്സും ഡൊമിനിക്കിൻ്റെ ഇൻട്രാക്ഷനും ഒക്കെ അവർ വായിക്കുമ്പോൾ ചിരിച്ചിട്ട് അവർ ഇങ്ങനെ ഡയലോഗ് എനിക്ക് അയക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഫസ്റ്റ് ഓഡിയൻസ്, ഇങ്ങനത്തെ ആയിരിക്കും ഈ റിയാക്ഷനും എനിക്ക് അപ്പോൾ മനസ്സിലായി. So I have thanked her in the film actually. So everybody is looking forward to seeing this film. Yeah. മൂന്നുപേരും സെറ്റില് ഉണ്ടായിരുന്നു ഒരുമിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ? അതെ, സൂരജ് is always there. He's a very busy doctor, so he can't let that go, no. ഞങ്ങൾക്ക് ആകെ കൺട്രി വീഡിയോ ബിരിയാണി ഷെയർ ചെയ്യുന്ന അത് ഫൈനൽ ഡേ ഷൂട്ട് ആയിരുന്നു. ഓൾമോസ്റ്റ് സാറിന്റെ ലൈക്ക് മമ്മൂക്ക ആക്ട് ചെയ്ത് ഈ പടത്തിൽ ആക്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഫൈനൽ ഡേ ഷൂട്ട് ആയിരുന്നു. അത് കഴിഞ്ഞ് നമുക്കൊരു 5-6 days ഉണ്ടായിരുന്നു. ഐ തിങ്ക് ദാറ്റ്സ് ലൈക്ക് ഒരു നൈസ് പ്രാക്ടീസ് ഹിയർ, റൈറ്റ്? സോ ഡസ് ദാറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സർ. വേട്ടയാട് വിളയാട് ചെയ്യുമ്പോൾ സാറ് കമൽ സാറ് ഭയങ്കര ഫാൻ ബോയ് ഉണ്ടായിരുന്നു. ആ ഫാൻ ബോയ് ആയിരിക്കുകയാണ് സിനിമ ചെയ്ത് അത് മാറ്റി വെച്ചിട്ടായിരിക്കണം ഒരു സമയത്ത് പിന്നെ ആക്ഷൻ കട്ടിലേക്ക് പോകുന്നത്. ഇതേപോലെ സാറ് നേരെ CBI ഡയറിക്കുറിപ്പും അമരം ഈ സിനിമയൊക്കെ കണ്ട് ഫാൻ ബോയ് മൊമെൻ്റ് ആയിട്ടുള്ള ഒരാൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യുന്നു. ലോങ് ടൈം ചെറിഷ് ഡ്രീം. ഇതിൻ്റെ അത് ഫാൻ ബോയ് മൊമെന്റ് മാറ്റി വെച്ചിട്ട് ഡൊമിനിക്കിനെ എക്സ്പ്ലോർ ചെയ്ത മൊമെന്റ് അതിനെക്കുറിച്ച് പറയും. ബട്ട് അത് നമ്മൾ എടുത്ത് വെക്കാൻ പറ്റില്ല. നമ്മൾ സ്റ്റോറി ബേസ് ചെയ്തിട്ട് ആ ഷോർട്ട് ബേസ് ചെയ്തിട്ട് യു ഹാവ് ടു കീപ്പ് ഇറ്റ് അസൈഡ്. ബട്ട് ദറ്റ് എക്സൈറ്റ്മെന്റ് ഓഫ് വർക്കിംഗ് വിത്ത് ഹിം, ദറ്റ് നെർവസ്നെസ്, പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡയലോഗ് ഉണ്ട്, എൻ്റെ ഷോർട്ട് ഡിവിഷൻ ഉണ്ട്, ആ മൂഡ് എനിക്കറിയാം. പക്ഷെ അതിൽ സാർ ഇങ്ങനെ പെർഫോം ചെയ്യും, നമ്മളത് എഴുതാനേ പറ്റില്ല. എവറി ഡയലോഗ്, എവറി മൊമെന്റ് ഹി വിൽ ആഡ് വൺ എഡ്ജ് ടു ഇറ്റ്. ആൻഡ് അത് നമ്മൾ പേർപ്പസ്ഫുൾ ആയിട്ട് ആഡ് ചെയ്യുന്നതല്ല, വെരി നാച്ചുറലി. അത് നമ്മൾ എഴുതാൻ പറ്റില്ല. സോ ഐ വാസ് എക്സൈറ്റഡ് സീയിങ് എവറി ഷോട്ട്. ആഫ്റ്റർ എവറി ഷോട്ട് ഐ വുഡ് തിങ്ക് വാവ് ഇൻ മൈ ഹെഡ്. ആൻഡ് കുറേ നമ്മൾ ബ്രില്യൻ സൂപ്പർബ് നമ്മൾ പറയരുത്, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു തിങ്ക് ദാറ്റ് വി ആർ ബീങ് ഫേക്ക്, അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്റേർണലി ഐ വാസ് വെരി ഹാപ്പി അബൌട്ട് എവറി ഷോട്ട് ആൻഡ് ഇറ്റ് വാസ് ഡിഫറെന്റ് ഫ്രം ഹൗ വി ഹാഡ് എൻവിഷൻഡ് ഇറ്റ്. ഐ ക്യാൻ ഓണസ്റ്റ്ലി ടെൽ യു ദാറ്റ്. ഇപ്പോൾ January 23 ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ഫസ്റ്റ് തിയേറ്ററിലേക്ക് എത്താണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു. കൺഗ്രാറ്റ്സ് ഫോർ ഫസ്റ്റ് മലയാളം റിലീസ്. അപ്പോൾ
വലിയൊരു വിജയമാകട്ടെ ഈ ഒരു സിനിമ. പ്രേക്ഷകർക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിങ് ആൻഡ് ഓൾ. താങ്ക് യു. 2025 ഗംഭീരമാവട്ടെ എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.